പിസറക്കത്ത് നമ്മൾ ഇസാക്കിനെയാണ്. ഇസാക്കിയാണുള്ള നമ്മളുടെ എ ടീമിന്റെ മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ എ ടീമാണ് 4 മത്സരം ജയിച്ചത്, 5ാമത്തെ മത്സരം കളിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഷീഡോറിൻ ബോൾ ഇപ്പോൾ അവരാണ് ബോളിന് വേണ്ടി ഫൈറ്റ് ചെയ്യുക. 6 കോടിക്കും നോക്കിക്കാണ്. നമ്മൾ രണ്ടാളെ ഫൈറ്റ് ചെയ്ത് എൻ്റെ ബോൾ പറഞ്ഞിട്ട് ബോളാണ് ഫ്രണ്ടിൽ പോവാണ്. നമ്മളെ ഷിഡോർ നീങ്ങ എൻ്റെ ബോള പറയും, റിന്നും പറയും ഇത് എൻ്റെ ബോളാണ്, ഇത് ഫൈനൽ മാച്ചാ, അതുകൊണ്ട് ഞാൻ ഗോളിക്കുന്നുണ്ട്. നമ്മൾ റിൻ ഗോൾ അടിക്കുകയാണ്. അപ്പോൾ ഗോളിച്ചപ്പം നമ്മൾ ഷിഡോറിനുള്ള ഒരു ഫൈറ്റ് റെഡി ആവാണ്. രണ്ടാളുള്ള കൈ പിടിച്ചിട്ട് ഇടിക്കുകയാണ്. പക്ഷെ അതാർക്കും കൊണ്ടില്ല അടി. പക്ഷെ റിനെ തെറിച്ച് പോവുകയും ചെയ്യും. നമ്മൾ ഷിഡോ മേലേക്ക് ചാടിയിട്ട് അവൻ്റെ കാലുകൊണ്ട് നമ്മളെ റിനിൻ്റെ മൂക്കുമൊക്കൊരു അറ്റാക്കിയാണ്. ഇപ്പൊ നമ്മൾ ഷിഡോറിന്റെ മൂക്ക് ചെറുതായിട്ട് പൊട്ടുകയാണ്. അപ്പോൾ ജിംബാച്ചാനുള്ള നമ്മൾ ഷിഡോടെ കണ്ടിട്ട് അവൻ ഷോക്ക് അടിപ്പിക്കുകയാണ്. അവൻ ഡ്രസ്സിൻ്റെ ഒരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു, ഷോക്ക് അടിച്ച് നമ്മൾ ഷിഡോൾ തെറിച്ച് പോയി വീഴാണ്. ഇട്ട് പറയുന്നു, ഏയ് നിങ്ങൾ ഫൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടില്ലേ, ഇനി ലൈനപ്പ് ഇറങ്ങാൻ പോവാണ്, സമയമായി എന്ന് പറയുന്നു. നമ്മൾ ജിംബാച്ചൻ്റെ ലൈനപ്പിൽ പ്ലേയേഴ്സിനൊക്കെ നോക്കുകയാണ്. അപ്പം നമ്മൾ മറ്റേ അവൻ്റെ അസിസ്റ്റൻ്റ് ചോദിക്കുകയാണ്, സാർ ലൈനപ്പ് കഴിഞ്ഞു വന്ന്. അപ്പം അവൻ പറയുകയാണ്, കുറേ ടാലൻ്റുള്ള പ്ലേയേഴ്സ് ഉണ്ട്, ഞാൻ ഇനിയും വീണ്ടും നോക്കണം, ഇനി വീണ്ടും സെറ്റാക്കണം എന്ന് പറയുന്നു ജിംബാച്ചി. ഓ ശരി സാർ, നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര ടൈമാണ് ചെയ്യാം എന്ന് പറയുന്നു. പെട്ടെന്നാണ് നമ്മളെ വിളിക്കുന്നത് ജപ്പാൻ T20 ആൾക്കാർ. നമ്മൾ ഷിഡോനെ വേണമെന്ന് പറഞ്ഞ് വിളിച്ച് ഒരു പ്ലെയറിനെ ബ്ലൂ ലോക്കിൽ നിന്ന്. പിന്നെ കാണിക്കുന്നത് നമ്മളെ ഇതിൻ്റെ ആൾക്കാരാണ്, ബ്ലൂ ലോക്കിൽ തന്നെ പ്ലേയേഴ്സിനെയാണ്. ഒരാളെ ജിംബാജി വരാൻ വേണ്ടി പറഞ്ഞ സ്ഥലത്ത് നിൽക്കുകയാണ്. അപ്പം ഇസാക്കിയിലെ പറയുന്നത് ടോപ്പ് 6 പ്ലേയേഴ്സ് ഒരുപാട് ഗോൾസുണ്ട്. നമ്മൾ ജിംബാജി വെച്ചാൽ ഗോൾ ഒരുപാട് അടിക്കുന്ന ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം ഞാൻ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് പറയുന്നു. പെട്ടെന്നാണ് നമ്മളെ ജിംബാജി എടുക്കുന്നത്. എന്നിട്ട് പറയുന്നു, ഓ ഡയമണ്ട്സ് സുഖല്ലേ, ഞങ്ങൾ വീണ്ടും കണ്ട് എനിക്ക് സന്തോഷമുണ്ട്, എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനിവിടെ ഗോളിലാണ് നോക്കുന്നത്, ഇവിടെ ഗോളിലാണ് എൻ്റെ ശ്രദ്ധ മൊത്തം. നിങ്ങൾ ഗോൾ ഒരുപാട് അടിച്ചെന്ന് എനിക്കറിയാം. ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചിട്ട് നമ്മളുടെ ഇറ്റോഷി റെയിൻ, അവൻ സെൻട്രൽ ഫോർവേഡ് വെക്കട്ടെ അവൻ. പിന്നെ ഇവരാണ് നമ്മുടെ ടീമിലെ മെയിൻ ആള്. പിന്നെ ഗോൾ കീപ്പറായിട്ട് കഗമാറുഗിൻ, അവൻ നല്ല ഫ്ലെക്സിബിലിറ്റിയും നല്ല ബോൾ കൺട്രോളൊക്കെ കാരണം അവൻ ഗോളിയാണ്. നമ്മളുടെ ടീമിലെ മെയിൻ പാർട്ട് ടൈം അവനാണ് എന്ന് പറയുന്നു. പിന്നെ ഡിഫൻഡേഴ്സ് 1 ആരിയോ, 2 ഇഗ്നിക്കോ, അവൻ 2 സെൻറ്റർ ബാക്കാണ്. പിന്നെ 2 ലെഫ്റ്റും റൈറ്റ് ബാക്കും ഡിഫൻസിന് വേണ്ടി കണ്ടുപിടിച്ചാണ്. പിന്നെ ഡിഫൻസിന് വേണ്ടി വേറെ 2 ആൾക്കാർ, യുക്കീമിയ, പിന്നെ കസാറോ ടാബിറ്റോ, പിന്നെ ഒട്ടോയ ഇറ്റ. ഇവർ 3 പേരാണ് ഡിഫൻസിന് വേണ്ടി ഒരു അമ്പിനെ പോലെ തുളച്ച് കയറും. പിന്നെ അറ്റാക്കിന് വേണ്ടി 2 പേർ അവസാനത്തെ. ഒന്നാമത്തെയാണ് നമ്മളുടെ ആള് നാഗി ശേഷിയോ, നല്ല ഫ്ലെക്സിബിലിറ്റിയും നല്ല ബോൾ കൺട്രോളൊക്കെ ആളാണ്. പിന്നെ അവസാനത്തെ ആൾ ബ്ലൂ ലോക്കിലെ പസിൽ പീസ് ഇസാക്കി യോയിച്ച് എന്ന് പറയുന്നു. ഇസാക്കിയാണുള്ള കണ്ടു ഞെട്ടുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഇത്രയേ ഉള്ളോ ടീം എന്ന് പറയുന്നു. അപ്പം ഇസാക്കി പറയുന്നു, ഞാൻ വന്നു, ഞാൻ ജയിച്ചു, ഞാൻ എല്ലാവരും തോപ്പിച്ച് ഫസ്റ്റ് ആവെന്ന് പറയുന്നു. അപ്പം എനിക്ക് ചോദിക്കുന്നു, നമ്പർ 20 സാറെന്ന് ചോദിക്കുന്നു. ഒരുപാട് ഗോൾ ചെല്ലേ ചോദിക്കുന്നുണ്ട്. ഇവൻ പറയുന്നു, അവൻ നമുക്ക് കളിക്കാൻ പറ്റില്ല, കാരണം അവൻ നമ്പർ 2 ഒക്കെയാണ്. പക്ഷെ അവൻ തന്നെയായിട്ട് ഒരു കോർഡിനേഷനും ഇല്ല. അവൻ എല്ലാവരും അറ്റാക്കൊക്കെ ചെയ്യും. പിന്നെ അവൻ ഇവിടെ കളിക്കാൻ പറ്റിയ ആളേ അല്ല, കാരണം അവൻ്റെ കൂടെ ആർക്കും കളിക്കാൻ പറ്റില്ല. അവൻ വേറൊരു ലെവലാണ്. കാരണം അവൻ നമ്മൾ മാച്ചിൽ റെഡ് കാർഡ് വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മൾ കളിപ്പിക്കണില്ല. കുറച്ച് നേരം മുമ്പ് ജപ്പാൻ ആൾക്കാർ കളിച്ചിട്ടായിരുന്നു. അവരെ പ്ലാൻ വെച്ചാൽ നമുക്ക് ഷീഡോ കൊടുക്കണമെന്നാണ് കണ്ടീഷൻ, സായിക്ക് വേണ്ടി എന്ന് പറയുന്നു. അപ്പം നമ്മൾ ഇറ്റോഷി ഇന്നാൾ ആലോചിക്കുന്നുണ്ട്, എന്ത് ഇവനോ അതും ഷിഡോനെ കൊണ്ടുപോയി എന്തിനാവോ. പിന്നെ കാണിക്കുക നമ്മൾ കുറച്ചു നേരം മുമ്പ് നടന്ന കാര്യങ്ങളാണ്. സഹായമുള്ള വന്ന് പറയുന്നു, ഡബ്ല്യൂൻ്റെ ചെകുത്താൻ കുട്ടി, നിന്നേക്ക് വേണം, ഞാൻ ഫ്രീ ആക്കാം, പകരം നീ എൻ്റെ കൂടെ കളിക്കുകയും ചെയ്യണമെന്ന് പറയുന്നു. എന്നിട്ട് അവിടെ ആ കാര്യം കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കാൻ റിന്നാലേക്കുന്നു. ഞാൻ എന്തുകൊണ്ട് ഷിഡോനെടുത്തു എനിക്ക് മനസ്സിലാവില്ല, കാരണം തോപ്പിക്കാനോ സാരമില്ല, ഞാൻ തോക്കിലൊരിക്കലും എന്ന് പറയും നമ്മൾ റിന്നാലിക്കും. പിന്നെ ജിംബാച്ചി പറയും, ഇനി 15 ദിവസമുള്ള നിങ്ങളുടെ വിജയത്തിന് വേണ്ടി 15 ദിവസമാണ് നിങ്ങൾക്ക് വേണ്ടി ട്രെയിനിങ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിൽ ഒരുപാട് ട്രെയിനിങ് ഉണ്ട്, അതിന് വേണ്ടി ഞാൻ കുറേ ആൾക്കാർ സെറ്റാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഞാൻ അവരായിട്ട് മാച്ചുകളുണ്ടാവും, അതിൽ ജയിക്കണം നിങ്ങൾ.
പിന്നെ നമ്മൾ ബ്ലൂ അല്ല ജപ്പാൻ പൊട്ടി തോപ്പിക്കും. പിന്നെ നമ്മളോ ഇവിടുത്തെ മെയിൻ ബ്ലൂ ലോക്കാണ് നമ്മൾ എന്ന് പറയും. നിങ്ങളൊരു ഈഗോയിസ്റ്റാണ് എന്ന് പറയും. പിന്നെ നമ്മൾ റിനാലിക്കും എന്ത് ഞാനോ ഞാൻ ഒറ്റക്ക് കളിച്ച് ജയിക്കും, ഞാൻ എൻ്റെ ചേട്ടനെ തോൽപ്പിക്കും, ഞാൻ നമ്പർ 1 പ്ലെയറാണ് ഈ ലോകത്തിൽ എന്ന് പറയും. പിന്നെ ഇസാക്കിനെ ആലോചിക്കും. ഇസാക്കി നോക്കുകയാണെങ്കിൽ അവൻ ആലോചിക്കുന്നത് ഞാനാവും നമ്പർ 1, ഞാൻ ജയിക്കും, ഞാനാവും ബെസ്റ്റ് പ്ലെയർ, ബെസ്റ്റ് സ്ട്രൈക്കർ എന്ന് ആലോചിക്കും. അടുത്ത സ്റ്റേജിലേക്ക് ഞാൻ പോവുകയാണെന്ന് പറയും. നമ്മളെ ഫൈനൽ ട്രെയിനിങ് ക്യാമ്പ് തുടങ്ങാൻ പോവാണ് നമ്മളെ ജിംബാച്ചി പറയും. പിന്നാണെങ്കിൽ നമ്മളെ അണ്ടർ-28 ഭാഗത്താണ് റിറ്റേഴ്സായോ എന്ന് പറയുന്നു. ഡേയ് നിങ്ങളെല്ലാം പൊട്ട പ്ലെയേഴ്സാണ്, എനിക്ക് നിങ്ങളൊന്നും ഇഷ്ടമായില്ല എന്ന് പറയും. പെട്ടെന്നാണ് സിൽഡ് എന്ന് പറയുന്ന പ്ലെയർ കുറേ സംസാരിക്കുന്നത്. ബാക്കിലേക്ക് ഷീൽഡ് ഇരിക്കുന്നുണ്ട്. അവൻ പറയുന്നു സെന്തോ, ഡേയ് നീ വലിയ പ്ലെയർ ഒന്നുമല്ല, നീ എന്തുട്ടാ ഞങ്ങളത്ര കളിക്കില്ല, നീ വലിയ പ്ലെയർ ഒന്നുമല്ല, നീ അക്കാദമി മാത്രമല്ല പ്ലെയർ ചെയ്യുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ വേൾഡ് സ്ട്രൈക്കേഴ്സ് ആണ് പറയും. പിന്നെ നമ്മളെ സായി പറയും നിന്റെ ഫ്യൂച്ചർ എന്താ എനിക്കറിയാം, 15 മില്യൺ ഇതൊക്കെ കിട്ടിയിട്ട് ഒരു ഗേൾ ഫ്രണ്ട് ആയിട്ട് നാട്ടിൽ ജീവിക്കല്ലേ, പക്ഷെ എൻ്റെ അങ്ങനെയല്ല, എനിക്ക് ഒരു സ്ട്രൈക്കറാണ് വേൾഡിൽ എന്ന് പറയും നമ്മളെ സായി. അപ്പോൾ സെൻഡോ പറയും പിന്നെ എനിക്കിതൊന്നുമല്ല, ഞാൻ വേൾഡ് ബെസ്റ്റ് സ്ട്രൈക്കർ എന്ന് സെൻഡോവും പറയും. അപ്പം പെട്ടെന്ന് ഞാൻ അവിടുന്ന് പെട്ടെന്നൊരു മിനിറ്റാണ്ടൊക്കെ ഒരു അടി വരികയാണ് അവിടെ തലക്ക്. നോക്കിയത് നമ്മുടെ ഷിഡോ പറയും നീ ഒരു ബെസ്റ്റ് സ്ട്രൈക്കറാ, നീ എൻ്റെ കണ്ടുപിടിക്കുക, ഞാനാ ബെസ്റ്റ് സ്ട്രൈക്കർ എന്ന് പറഞ്ഞ് വീണ്ടും അടിക്കുകയാണ് അവിടെ തലക്ക്. പെട്ടെന്ന് ആണ് തടയുന്നത്, വേറെ ആരുമല്ല ഒലിവർ ഐക്കുവാണ്, നമ്മൾ ജപ്പാൻ ടീമിൻ്റെ ക്യാപ്റ്റൻ, പിന്നെ ബെസ്റ്റ് ഡിഫൻഡറുമാണ് അവൻ. അവന് വന്ന് പറയും നിങ്ങളെ ഗെയിം പ്ലേ അങ്ങോട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതുവരെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറയും. ശരിയെന്ന് നമ്മളെ സായും പറയും, നിങ്ങൾ തോറ്റാൽ പിന്നെ ഞങ്ങൾ പറയണ പോലെ ചെയ്യണമെന്ന് പറയും. നമ്മൾ സായങ്ങളെ സമ്മതിക്കുകയൊക്കെ ചെയ്യും. പിന്നെ വായിക്കുന്നത് നമ്മളുടെ ചിഗിരിനെയും ബാച്ചിലറിനെയും ഇസാക്കിനെയാണ്. അവരെന്നുള്ള ഐക്കോൻ്റെ ഇതൊക്കെ നോക്കിയിരിക്കുകയാണ്. ചിഗിരിയും ബാച്ചിലാണ് കൂടുതൽ നോക്കിയിരിക്കുന്നത്. ഇസാക്കി വേറെ എന്തൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. ചിഗിരി പറയും ഞാൻ ബെസ്റ്റ് ഇതാണ് ഡിഫൻഡറാണ്, ഞാൻ ഒരു പോലീസിൻ്റെ പോലെയാണ് ഗ്രൗണ്ടിൽ ഇറങ്ങിയെന്നൊക്കെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ഇസാക്കിയാനുള്ള വെള്ളം കുടിച്ച് പോവാണ്. അപ്പം അവനാലോചിക്കും എനിക്ക് എൻ്റെ മറ്റേ പവർ അത് ഇനിയും ഇതാക്കണം എന്ന് പറഞ്ഞിങ്ങനെ ഒന്ന് ആലോചിച്ച് പോകുമ്പോഴാണ് സായി നമ്മൾ റിനിനെ കാണുന്നത്. റിന ഓവർ ടൈം വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇസാക്കിയുള്ള ചെന്ന് പറയും ഇതിൻ്റെ വർക്കൗട്ട് നിർത്തണം, ഇത് ബ്രേക്കാന്ന് പറയും. നമ്മളെ ഇവിടെയുള്ള റിനുള്ള നമ്മൾ ഇസാക്കിനെ ഔട്ടാക്കുകയും ചെയ്യും, അവിടെ നിന്ന് പോകാൻ പറയും. അപ്പോൾ നമ്മൾ ഇസാക്കി പറയും നീ ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് ഞങ്ങൾ ടീം പൊട്ടോടാതെ അങ്ങനെ പറയണേ, ഇപ്പം ബ്രേക്ക് എടുക്കുന്നത് വെള്ളം കുടിക്കാൻ പറയും. അപ്പോൾ നമ്മളെ റിനുള്ള സംബന്ധിച്ച് വെള്ളം കുടിച്ചൊക്കെ ചെയ്യും. പിന്നെ നമ്മളെ ജിംബാച്ച കളിക്കും. ജിംബാച്ചല്ലേ വിളിച്ച് വരുത്തി പറയുന്നു നിങ്ങളുടെ ഫിസിക് ട്രെയിനിങ് കഴിഞ്ഞ് ഇനി മെൻ്റൽ ട്രെയിനിങ് ആണെന്ന് പറയും. വേൾഡ് ബെസ്റ്റ് സ്ട്രൈക്കേഴ്സിന് മെൻ്റലി ട്രെയിനിങ് വേണമെന്ന് പറയും. ഇതിനെ ഫ്ലോ എന്ന് പറയുന്നത്. ഈ ഫ്ലോ കുറയാനും പാടില്ല കൂടാനും പാടില്ല, ഇതിനെ നിർത്തണം. പിന്നെ ഇതിനെ വിളിക്കുകയാണ് ഈഗോ. നിങ്ങൾ ഇതൊക്കെ മനസ്സിലായില്ലേ? എന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഈഗോ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് പറഞ്ഞുകൊണ്ടിരിക്കും. പുതിയ എപ്പിസോഡുമായി നാളെ വരാം. ബൈ ബൈ.